സിനിമാറ്റോഗ്രാഫി സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് പറഞ്ഞുതരാം. നോട്ട് ചെയ്തോട്ടോ. ക്യാമറ ക്രൂവിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ക്രൂവിന്റെ ബഹുമാനം പിടിച്ചു പറ്റാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ക്ലിയർ ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്. സെറ്റിൽ ഇന്നതേ ചെയ്യൂ എന്ന് വാശി പിടിക്കരുത്. ചില സമയങ്ങളിൽ ചില സെറ്റിൽ നിങ്ങൾ സിനിമാറ്റോഗ്രാഫർ മാത്രമായിരിക്കില്ല. ചിലപ്പോൾ ഗാഫറിന്റെ ജോലി കൂടി ചെയ്യേണ്ടി വന്നേക്കാം. എന്ത് ചെയ്യാനും റെഡി ആയിട്ടിരിക്കുക. ഇന്ന ക്യാമറയിൽ ഷൂട്ട് ചെയ്താലേ സിനിമാറ്റോഗ്രാഫി വരൂ എന്ന് വാശി പിടിക്കരുത്. ഒരു നല്ല സിനിമാറ്റോഗ്രാഫർ ഏത് ക്യാമറ കയ്യിൽ കിട്ടിയാലും നല്ല ഔട്ട്പുട്ട് കൊടുക്കുന്നയാളാണ്. എക്യുപ്മെന്റ്സ് വരും പോകും, സ്കിൽസ് അവിടെ തന്നെ ഉണ്ടാകും. അത് മറക്കാതിരിക്കുക. കടം വാങ്ങി എക്യുപ്മെന്റ്സ് എടുക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് 2 വട്ടമെങ്കിലും ആലോചിക്കുക. കടം വാങ്ങി ക്യാമറ സ്വന്തമാക്കിയാൽ അതുപയോഗിച്ച് വരുമാനം ഉണ്ടാക്കി കടം വീട്ടാൻ സാധിക്കണം. അതിനുള്ള ടാലന്റ് ആണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ഡ്രോൺസ്, റോബോക്യാം പോലുള്ള വലിയ ടെക്നിക്കൽ ഐറ്റംസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്നെല്ലാം പഠിച്ചിരിക്കുക. ഒരു ഷോട്ടിന്റെ ഡ്യൂറേഷൻ എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് അതിന്റെ ഡയറക്ടറെ പോലെ തന്നെ സിനിമാറ്റോഗ്രാഫർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ആവശ്യത്തിനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, ആവശ്യത്തിനുള്ളത് കിട്ടിയിരിക്കണം. വിഷ്വൽ ലാംഗ്വേജ് ഡൈനാമിക് ആക്കാനുള്ള ഇതുപോലുള്ള ടിപ്സ് ഇനി ലഭിക്കാനായി ഡു ഫോളോ സഫ്ര.